എല്ലാവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഇന്ന് ഈ പകൽ നിങ്ങളുടെ നടുവിൽ കർത്താവിന്റെ വചനവുമായിട്ട് നിൽപ്പാൻ കർത്താവ് നൽകിയ അവസരത്തെ തികഞ്ഞ ഭാഗ്യമായിട്ട് കാണുന്നു. ഏറെ പ്രാർത്ഥനയോടെ, ഏറെ ദൈവാശ്രയ ബോധത്തോടെ കർത്താവിനെ കാത്തിരിക്കാൻ അപേക്ഷിക്കുകയാണ്. എബ്രായ ലേഖനത്തിലെ ഒരു ഭാഗം വായിച്ച് ഇന്ന് രാവിലെ ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യമാണ്. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു. ആ വാക്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം. ഒത്തിരി ആവലോടെ ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഞങ്ങൾക്ക് പരിഹരിപ്പാൻ കഴിയാത്ത ധാരാളം വെല്ലുവിളികൾ ഞങ്ങളുടെ മുൻപിലുണ്ട്. പക്ഷേ സർവശക്തനായൊരു ദൈവം ഈ പകൽ ഞങ്ങളുടെ നടുവിൽ നിൽക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ രക്ഷിപ്പാൻ, ഞങ്ങളെ വിടുവിപ്പാൻ, ഞങ്ങളെ മാനിപ്പാൻ, ഞങ്ങളെ സൗഖ്യമാക്കാൻ, ഞങ്ങളെ ഉയർത്താൻ, ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിപ്പാൻ, പോരാട്ടങ്ങളെ തകർക്കാൻ കഴിവുള്ള ഒരു സർവശക്തനായ കർത്താവ്, മരണത്തെ ജയിച്ച കർത്താവ്, സർവാധികാരിയായവൻ, പരമാധികാരിയായവൻ, മഹത്വത്തോടെ ഞങ്ങളുടെ നടുക്ക് നിൽക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളെ തൊടും പരിശുദ്ധാത്മാവേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ചേർന്ന് കരങ്ങളെ ഒന്ന് ഉയർത്തി കർത്താവിന് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ഈ നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം. വളരെ ആഴമായി ഇന്ന് ഈ പകൽ നിങ്ങൾ എന്നെ കേൾക്കുവാൻ വളരെ വിനയമായിട്ട് അപേക്ഷിക്കുകയാണ്. ഞാൻ വായിച്ച വാക്യം നമ്മുടെ യേശു കർത്താവിന്റെ രക്തത്തെ കുറിച്ചാണ്. ഈ വിശുദ്ധ വേദപുസ്തകം 2 വാക്കുകളിൽ ഊന്നിയാണ് നിൽക്കുന്നത്. ഒന്ന് വീണ്ടെടുപ്പ്, 2 വീണ്ടെടുപ്പുകാരൻ. 1 വീണ്ടെടുപ്പ്, 2 വീണ്ടെടുപ്പുകാരൻ. ബൈബിൾ ഒരു വചനം ഇങ്ങനെ പറയുന്നു: രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. യേശുവിന്റെ രക്തത്തെ കുറിച്ച് ഇന്ന് പകൽ നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ നൽകിയ ചില ദൂതുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുകയാണ്. അങ്ങ് ഉൽപ്പത്തി പുസ്തകം മുതൽ മുൻപോട്ട് വരുന്ന ഓരോ ഭാഗങ്ങളിലും ചോരയുടെ ഗന്ധമുള്ള എത്രയോ ചരിത്രങ്ങൾ. 1-2 കാര്യങ്ങൾ തൊട്ട് പറഞ്ഞ് മുൻപോട്ട് വരാം. ആദ്യം എത്തുന്നത് മോറിയ മലയിലാണ്. 25 വർഷം പ്രാർത്ഥിച്ചിട്ട് ദൈവം ദാനം കൊടുത്ത ഇസഹാക്ക് എന്ന് പറയുന്ന ആ മകനെ മോറിയയിൽ എനിക്ക് യാഗം കഴിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുമ്പോൾ ആ ദൈവമനുഷ്യൻ അബ്രഹാം തന്റെ മകനെയും കൊണ്ട് മോറിയയുടെ കയറ്റം കയറുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒരു ദൂത് ഞാൻ പറയാം. വേദനകളുടെ കയറ്റങ്ങൾ ഉണ്ടെങ്കിൽ മറുപടിയുമായി നീ ഇറങ്ങുന്ന ഒരു ദിവസം ദൈവം വെച്ചിട്ടുണ്ട്. എന്നും ഈ കയറ്റമല്ല, എന്നും ഈ വേദനയല്ല, എന്നും ഈ നിരാശയല്ല, എന്നും ഈ സങ്കടമല്ല. ഇതിന് ഒരു പരിഹാരം എന്റെ ദൈവം വെച്ചിട്ടുണ്ട്. അബ്രഹാം മകനെയും കൊണ്ട് മോറിയയുടെ കയറ്റം കയറുന്നു, യാഗപീഠം ഒരുക്കുന്നു, വിറകടുക്കുന്നു, മകനെ കയറുകൊണ്ട് ബന്ധിക്കുന്നു. യാഗപീഠത്തിന്റെ മുകളിൽ അവനെ എടുത്തു കിടത്തുകയാണ്. ഒരു പരാതിയുമില്ലാതെ മകനെ യാഗപീഠത്തിന്റെ മുകളിൽ കിടത്തിയിട്ട് മൂർച്ചയുള്ള ഒരു വാള് ആ മനുഷ്യൻ ആകാശത്തേക്ക് ഉയർത്തുമ്പോൾ നിങ്ങൾ ആഴമായി ശ്രദ്ധിക്കണം. ആ വാളിന്റെ വായ്ത്തലയ്ക്കും ഇസഹാക്കിന്റെ കഴുത്തിന്റെ ഇടയിൽ ഇനി ആരുമില്ല. ഇത് സംഭവിക്കും. ഇസഹാക്കിന്റെ കഴുത്ത് മുറിയും, ചോര ചീറ്റും, എന്റെ മകന്റെ ഉടല് ഇവിടെ കടന്ന് പിടയ്ക്കും, അവൻ ഇവിടെ ഇല്ലാതെയാകും എന്ന് ചിന്തിച്ച
ആ സമയത്താണ് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, അബ്രഹാമേ ബാലനെ തുടരുത്. ആരോടൊക്കെയോ വളരെ ആഴമായി ദൈവം പറയുകയാ. ഉയർത്തിയ വാളിന്റെയും ഇസഹാക്കിന്റെ കഴുത്തിന്റെയും ഇടയിൽ ഒരു ദൈവശബ്ദം ഇറങ്ങിയതുപോലെ ഇനി എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആരുമില്ലെന്ന് നീ പറയുന്നിടത്ത് ദൈവം ഇന്ന് നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുകയാണ്. നന്നായിട്ട് കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാൻ. ഓ മൈ ഗാഡ്, എന്റെ മേൽ വാഴുന്ന പരിശുദ്ധാത്മാവ് വളരെ ആഴമായിട്ട് ചിലരോട് പറയാൻ പറയുന്നു. ഇനി എന്റെ തലമുറയ്ക്ക് വിടുതലില്ല, ഇനി എന്റെ കൊച്ചിന്റെ വിദ്യാഭ്യാസം നടക്കത്തില്ല, ഇനി എന്റെ തലമുറയ്ക്ക് ഭാവി ഉണ്ടാവില്ല, ഇനി എന്റെ കുടുംബം രക്ഷപ്പെടില്ല. എഴുതി വെച്ചോ, ആ കഴുത്തിന്റെയും ആ വാളിന്റെയും ഇടയിൽ, ഓ ഗ്ലോറി ടു ഗോഡ്, ഈ ദൂത് സ്വീകരിക്കാൻ ഇതൊരു അത്ഭുതത്തിന്റെ പകലാണ്. കടല് കടന്ന് രാജ്യം കിടന്ന് ഈ ദൂത് ചിലരെ തൊടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത്. എമർജൻസിയായി ചില വിഷയങ്ങളിൽ ദൈവം ഇടപെടാൻ പോകുകയാണ്. 2025 തീരുന്നതിന് മുൻപ് ദൈവം ചില വിഷയത്തിൽ, മൈ ഗോഡ്, ഹോളി സ്പിരിറ്റ്, ഉയർത്തിയ വാള് താഴോട്ട് വരാൻ ദൈവം അനുവദിച്ചില്ല. ചരിത്രം നമുക്കറിയാം. ഒരു കൊമ്പ് കുരുങ്ങിക്കിടക്കുന്ന ഒരു ആടിനെ ദൈവം കാണിക്കുകയാണ്. ആ ആടിനെ അഴിച്ചു. ഇസ്ഹാക്കിന് പകരം ആ ആടിനെ യാഗം കഴിച്ചു. അവിടെ ഒരാടിന്റെ ചോര ചീറ്റുകയാണ്. നിയമത്തിന്റെ രക്തമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആ മോറിയായുടെ നെറുക മുഴുവൻ ആടിന്റെ ചോര കൊണ്ട് നിറയുന്നു. പ്രാണൻ വിടാൻ നേരത്ത് ആ ആടിന്റെ കരച്ചില് ഇസ്ഹാക്കിന്റെ ചെവി കിടപ്പുണ്ട്. അബ്രഹാം ഇസ്ഹാക്കിനോട് പറഞ്ഞു, മകനെ, ആ ആടിന്റെ കരച്ചിലാണ് നീ ഇന്ന് ചിരിക്കുന്നതിന്റെ കാരണം. ആ ആടിന്റെ ചോരയാണ് നിന്റെ ചോര വീഴാതിരിക്കാൻ കാരണം. ഞാൻ ദൈവമക്കളോട് പറയാം, നമ്മുടെ ചിരികളിൽ കാൽവറിയുടെ കരച്ചിലുണ്ട്. ഹല്ലേലൂയ. അവിടെ വെളിപ്പെട്ട ആ രക്തം ഒരാൾക്ക് വേണ്ടിയാണ്, ഒരു ഇസ്ഹാക്കിന് വേണ്ടി. നേരെ പോകുന്നത് ഏദൻ തോട്ടത്തിലേക്കാണ്. ചരിത്രം നമുക്കറിയാലോ. ആദമും ഹവ്വയും തെറ്റ് ചെയ്തു. ദൈവം തോട്ടത്തിൽ വന്ന, ആദാമേ നീ എവിടെ? ആദാം പറഞ്ഞു, ഞാൻ ഒളിച്ചിരിക്കുക. ഹവ്വയായ ദൈവം ചോദിച്ചു, ഞാന് അരുതെന്ന് പറഞ്ഞത് ചെയ്തു. എന്താ നഷ്ടപ്പെട്ടത്? തേജസ്സിന്റെ വസ്ത്രം. എന്നെ കേൾക്കുന്ന എന്റെ മാന്യരായ ദൈവമക്കൾ, പ്രിയപ്പെട്ടവർ കേൾക്കണം. സാത്താന്യ ലോകം ഭയപ്പെടുന്നത് നമ്മുടെ ഉയരത്തെയും ആരോഗ്യത്തെയും അല്ല, നമ്മുടെ മേൽ കിടക്കുന്ന തേജസ്സിനെയാണ്. തേജസ് അഴിഞ്ഞു വീണു. ദൈവം വന്ന്, ആദാമേ നീ എവിടെ? നീ എവിടെ? ആദാം പറഞ്ഞു, ഞാൻ ഒളിച്ചിരിക്കുക. കുറെ നേരത്തേക്ക്, പ്രാർത്ഥനയോടെ എന്നെ കേൾക്കണേ, കുറെ നേരത്തേക്ക് യഹോവയെ കാണാനില്ല. തെറ്റ് ചെയ്ത മനുഷ്യൻ ചെയ്ത തെറ്റിനെ അറിഞ്ഞ യഹോവയെ കുറച്ചു നേരത്തേക്ക് കാണാനില്ല. ഹവ്വ പറഞ്ഞു കാണും, വടിയെടുക്കാൻ പോയതായിരിക്കാം, വാളെടുക്കാൻ പോയതായിരിക്കാം, ചാട്ടയെടുക്കാൻ പോയതായിരിക്കാം. കാരണം ചെയ്തത് തെറ്റാണ്. വരാൻ പോകുന്നത് അടിയായിരിക്കും, ശിക്ഷയായിരിക്കും. പക്ഷേ കുറെ സമയം കഴിയുമ്പോൾ അവർ ഞെട്ടിപ്പോയി. യഹോവയുടെ കാലൊച്ച കേൾക്കാം. നോക്കുമ്പോൾ കണ്ടത് വാളുമായിട്ട് വരുന്ന ദൈവത്തെയല്ല, മറിച്ച് ചോര ഒഴുകുന്ന ഒരു ആടിന്റെ തോലുമായി വരികയാ. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ഈ ഭൂമിയിൽ വന്നത് മനുഷ്യനെ വാളുകൊണ്ട് വെട്ടാനല്ല, മറിച്ച് അവനെ രക്ഷിക്കാൻ. ഹല്ലേലൂയ.
അങ്ങനെ ചോര ഒഴുകുന്ന ആ തോൽ ഉടുപ്പിച്ച് അവരെ പുറത്തിറക്കി. രണ്ടാമത്തെ ചോരയുടെ ഗന്ധം ഏദൻ തോട്ടത്തിൽ. ആ ഗന്ധത്തിൽ വിടുവിക്കപ്പെട്ടത് ഒരു കുടുംബമാണ്. ആദ്യത്തെ ചോര ഞാൻ പറഞ്ഞത് ഒരു വ്യക്തിയാണ്. രണ്ടാമത്തെ ചോര ഒരു കുടുംബം രക്ഷപ്പെട്ടു. മൂന്നാമത്തത് പുറപ്പാട് പുസ്തകത്തിലാണ്. പെസഹ കുഞ്ഞാട്. ഒരാടിനെ മിസ്രയീമിൽ വെച്ച് അറുത്ത് മാംസം ചുട്ട് രക്തമെടുത്ത് കട്ടളക്കാലിൽ പുരട്ടി. മിസ്രയീമിലെല്ലാം കരച്ചിൽ നടക്കുകയാണ്. എല്ലാം കരച്ചിൽ നടക്കുക. രാജകൊട്ടാരത്തിന്റെ അകം മുതൽ മിസ്രയീമിന്റെ തെരുവിൽ മരണത്തിന്റെ നിലവിളി ഉയർന്നു കേൾക്കുമ്പോൾ ഇസ്രായേലിന്റെ വീട്ടിൽ കരച്ചിലില്ല. ഓ ഗ്ലോറി ടു ഗോഡ്. പ്രാർത്ഥനയോടിരിക്കാമോ? ഇസ്രായേലിന്റെ വീട്ടിൽ കരച്ചിലില്ല. ഇസ്രായേലിന്റെ വീട്ടിൽ കടിഞ്ഞൂലുകൾ മരിച്ചിട്ടില്ല. ആരോ ചോദിച്ചു, രാജാവിന്റെ വീട്ടിൽ കരഞ്ഞിട്ടും നിങ്ങളുടെ വീട്ടിൽ എന്നാ കരച്ചിലില്ലാത്തത്? ഇസ്രായേലിയൻ പറഞ്ഞ മറുപടി, ആട് കരഞ്ഞ വീട്ടിൽ ഒരാൾ കരയാൻ ദൈവം അനുവദിക്കത്തില്ല. ഓ ഓ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ ഒരാട്, ഒരു പെസഹ കുഞ്ഞാട്. ഓ ഗോഡ്, ഇന്ന് ഈ പകൽ ഒരു ദൈവ പൈതലിന് ജീവിക്കാനുള്ള ധൈര്യം ആ ആടിന്റെ കരച്ചിലാണ്. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുക, ഏത് ആഭിചാരം ചെയ്താലും മന്ത്രവാദം ചെയ്താലും പിശാച് എത്ര പോരാടിയാലും ആടിന്റെ കരച്ചിൽ വെളിപ്പെട്ട ഒരു വീട്ടിൽ ഒരാൾ കരയാൻ യേശുവിന്റെ നാമത്തിൽ ചില ദുരന്തങ്ങൾ അഴിഞ്ഞു പോകട്ടെ. ഹോളി സ്പിരിറ്റ്, യേശുവിന്റെ നാമത്തിൽ ചില മരണങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഇത് ഒരു സാധാരണ ദിവസമല്ല. ഇതൊരു സാധാരണ പകലല്ല. ഏത് രാജ്യത്തിരിക്കെ എവിടെ ഇരുന്ന് ഈ ദൂത് കേൾക്കുന്നോ, ദൈവാത്മാവ് എന്നോട് പറയുന്നു, നിന്റെ വീടിനകത്ത് പിശാച് എഴുതി വെച്ച ചെലവ് എന്റെ ദൈവം മാറ്റുകയാണ്. മൈ ഗോഡ്. അഴിയട്ടെ വെല്ലുവിളികൾ, മരണങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ, ദുരന്തങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ, ശാപങ്ങൾ ഒഴിയട്ടെ. നന്നായി നന്നായി, കമാൺ കമാൺ, ശക്തിയോടെ. ആ ധൈര്യം ഇന്ന് പകൽ എന്റെ ഹൃദയത്തിൽ കയറുകയാണ്. ആട് കരഞ്ഞ വീട്ടിൽ ഒരാള് കരയാൻ ദൈവം അനുവദിക്കത്തില്ല. ഒന്നുകൂടെ പറയട്ടെ. ഒരാട്, ഏതാട്? ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. അതാരാ? അതെന്റെ യേശു. ആട് കരഞ്ഞ വീട്ടിൽ ഒരാള് കരയാൻ. മൂന്നാമത്തെ കാര്യം ഞാൻ പറയുന്നു, ഇവിടെയും ചോരയുടെ ഗന്ധം. ഇവിടെ രക്ഷപ്പെട്ടത് ഒരു വ്യക്തിയല്ല, ഒരു കുടുംബമല്ല, ഒരു ജാതിയാണ്. ഏത് ജാതി? യഹൂദ ജാതിയാണ്. എന്നാൽ ഗാൽഗുഥായുടെ നെറുകയിലേക്ക് നോക്കിക്കേ. ആണികളിൽ തൂങ്ങി എന്റെ യേശുപ്പ ക്രൂശെ കിടക്കുകയാ. ആ ചോര ഒഴുകിയപ്പോൾ രക്ഷപ്പെട്ടത് ഒരാളല്ല, ഒരു കുടുംബമല്ല, ഒരു ജാതിയല്ല. ഈ ലോകം മുഴുവൻ ജാതിയില്ലാതെ മതമില്ലാതെ തകർന്നു കിടക്കുന്ന ഏത് മനുഷ്യനെയും ഇന്ന് പകൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. 2000 വർഷം കഴിഞ്ഞിട്ടും കട്ട പിടിക്കാത്ത ഒരു രക്തമാണ് എന്റെ പ്രസംഗം. 2000 വർഷം കഴിഞ്ഞിട്ടും മരിക്കാത്ത ഒരൊറ്റ ചോരയേ ഉള്ളൂ. അതെന്റെ യേശുവിന്റെ ചോരയാണ്. ഇന്ന് ഈ പകൽ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നീ വിട്ടേച്ചു പോകുന്ന നിന്റെ വീട്ടിലേക്ക് ശാപങ്ങളെ അഴിക്കാൻ, രോഗത്തെ അഴിക്കാൻ ആ ചോര
വലിയ വിടുതൽ സംഭവിക്കുന്നു. കമോൺ. ഏതൊക്കെയോ വീടിനകത്തുനിന്ന് കൊടിയ ശാപങ്ങൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തം. കുറെ നാളുകൾക്ക് മുമ്പ് കോട്ടയം കുമരകത്തൂടെ 2 കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുക. ഒരു വലിയ പാലത്തിന്റെ സൈഡിലൂടെ നടന്നു പോകുമ്പോ പാലത്തിന്റെ കൈവിരിയിൽ 2 തുള്ളി ചോര ഉണങ്ങിയിരിക്കുന്നു. എല്ലാവരും പറഞ്ഞാണ്ട് പാലത്തിന്റെ കൈവരിയെ ചോര. ആ കൈവരിയിൽ നിന്ന് താഴെ തോട്ടിലേക്ക് നോക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഭയന്നുപോയി. ഒരു മനുഷ്യന്റെ അറുത്ത 2 കാലുകൾ വെള്ളത്തിൽ കിടക്കുന്നത് കാണാം. തെളിഞ്ഞ വെള്ളം, ആഴക്കുറവ്. കുഞ്ഞുങ്ങൾ ഭയന്നു. കുഞ്ഞുങ്ങൾ വാവിട്ട് കരയാൻ തുടങ്ങി. രംഗം മാറി. ആളുകളെല്ലാം ഓടിക്കൂടി. ആംബുലൻസ് വരുന്നു, പോലീസ് വരുന്നു, നാട്ടുകാരിളകുന്നു, റോഡെല്ലാം ബ്ലോക്ക് ആകുന്നു. നോക്കുമ്പോ ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ 2 കാലുകൾ വെള്ളത്തിൽ. പോലീസ് ആക്റ്റീവായി. കുറെ സമയം കഴിഞ്ഞപ്പോൾ അടുത്ത വാർത്ത വന്നു. ഒരു മനുഷ്യന്റെ നെഞ്ചും കൈയും വൈക്കത്ത് നിന്ന് കിട്ടുന്നു. കാര്യം നിങ്ങൾക്കറിയാം. ഏറ്റുമാനൂര് നടന്ന ഒരു അരും കൊലയുടെ തുടക്കമാണ്. എന്റെ ഭാഷയെ പറഞ്ഞാൽ കുടുക്കിയത് പോലീസല്ല, കുടുക്കിയത് ചോരയാണ്. ആ ചോരക്കറയാണ് അതിന്റെ തുടക്കം. അഭിമന്യു വധക്കേസിൽ വാഹനത്തിലെ ചോരയായിരുന്നു തെളിവ്. അമ്പൂരി രാഖി വധക്കേസിൽ ഉടുപ്പിലെ ചോരയായിരുന്നു തെളിവ്. ഈ ലോകത്തിലെ എല്ലാ ചോരകളും കുടുക്കുന്ന ചോരയാണ്. എന്നാൽ കുടുക്കഴിക്കുന്ന ഒറ്റ ചോരയേ ഉള്ളൂ. അത് യേശുവിന്റെ ചോരയാണ്. ആർത്തിയോടെ ഒന്ന് ദൈവത്തെ സ്തുതിക്കാവോ? ആ രക്തം ശാപത്തെ അഴിക്കുന്ന, രോഗത്തെ അഴിക്കുന്ന, കെട്ടിനെ അഴിക്കുന്ന. My God. വളരെ ആഴമായി പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ. യേശുവിന്റെ രക്തം. ഞാൻ ലേവ്യ പുസ്തകത്തിലെ ഒരു വാക്യം 16-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായി. അവൻ കാളയുടെ രക്തമെടുത്ത് വിരൽ കൊണ്ട് കിഴക്കോട്ട് കൃപാസനത്തിന്മേൽ തളിക്കണം. അവൻ രക്തം കുറെ തന്റെ വിരൽ കൊണ്ട് കൃപാസനത്തിന്റെ മുൻപിലും 7 പ്രാവശ്യം തളിക്കണം. കൃപാസനത്തിന്റെ മുൻപിൽ 7 പ്രാവശ്യം തളിക്കണം. ആടിന്റെ കാളയുടെ ചോരയെടുത്ത് 7 ആവർത്തി കൃപാസനത്തിന്റെ മുൻപിലേക്ക് തളിക്കുകയാണ്. ഈ പഴയ നിയമത്തിലെ എല്ലാ യാഗങ്ങളും യേശുവിന്റെ ക്രൂശിന്റെ നിഴലാണ്. അങ്ങ് മോറിയായിലും ഏദനിലും മിസ്രൈമിലെ പെസഹായും എല്ലാം നിഴലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പൊരുള് ആണ്ട ക്രൂശെ കിടക്കുന്നു. നിങ്ങൾ വളരെ ആഴമായി എന്നോട് കൂടി ഒന്ന് വന്നാട്ടെ. 7 തവണ ഈ യാഗത്തിന്റെ ചോര തളിക്കുകയാണ്. നിങ്ങൾ നോക്ക്, യേശു കർത്താവിന്റെ ചോര വീണു എന്ന് അവകാശപ്പെടുന്ന ഒരു 7 ഏറിയയിൽ കൂടെ ഇന്ന് പകലൊന്ന് കേറിപ്പോകാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. സന്തോഷത്തോടെ ഇരിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞാണ്ട്. ആമേൻ. യേശു കർത്താവിനെ ഏതാണ്ട് 37 അത്ഭുതങ്ങൾ ചെയ്ത് യഹൂദിയ മണ്ണിനെ ഇളക്കിയ എന്റെ കർത്താവിനെ പിടിക്കുന്നത് ഗെത്സമന തോട്ടത്തിൽ വെച്ചാണ്. 1-ാമത്തെ സ്ഥലത്തേക്ക് വരുന്നു. ഗെത്സമന തോട്ടം. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണം. അവിടെ ഒരു ഭാഗം ഇങ്ങനെ കിടക്കുന്നു. അവൻ പ്രാണവേദനയിലായി. അവന്റെ രോമകൂപത്തിൽ കൂടെ ചോര തുള്ളി പോലെ വിയർപ്പ് തുള്ളി പുറത്തേക്ക് വരികയാണ്. അപ്പൊ 1-ാമത്തെ ഏറിയ ഗെത്സമനയാണ്. അതിഭീകരമായ മാനസിക സംഘർഷത്തിന്റെ ഒരു ഏറിയ.
ചോര പോലെ വിയർപ്പ് തുള്ളി പുറത്തു വരണമെങ്കിൽ ആ മനുഷ്യൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം. ഞാൻ ഈ മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, അസാധാരണമായി ചില വീടുകളിൽ വെളിപ്പെടുന്ന മാനസിക സംഘർഷത്തിന്റെ മേൽ യേശുവിന്റെ ചോര വീഴാൻ പോകുകയാണ്. സ്വസ്ഥത കളഞ്ഞ്, സമാധാനം കളഞ്ഞ്, ഉറങ്ങാൻ കഴിയാതെ, ആഹാരം കഴിക്കാൻ കഴിയാതെ, വെള്ളം കുടിക്കാൻ കഴിയാതെ, നെരുപ്പോട് പോലെ പുകഞ്ഞ് നീറി. ആഴമായിട്ട് തന്നെ എന്നോട് കൂടെ പ്രാർത്ഥിച്ചാട്ടെ. ഒരു അസാധാരണ ദൈവശക്തി ഇന്ന് ഈ പകൽ ചില ഏരിയകളിൽ ഇറങ്ങുകയാണ്. കാരണം കൂടാതെ വരുന്ന ഭയങ്ങൾ, ആത്മസംഘർഷങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ രക്തത്താൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, യേശു സത്യത്തിൽ മരിക്കേണ്ടത് ഗാൽഗുഥായിലാണ്. അതാണ് നിയോഗം. പക്ഷെ ഇപ്പോൾ യേശു വീണ് കിടക്കുന്നത് ഗെത്സമനയിലാണ്. യേശു തകർന്ന് ഉടഞ്ഞ് അവശനായി നിലം പൊത്തിക്കിടക്കുകയാണ്. സാത്താന്യ ലോകം കൈയടിച്ചു. ഇവൻ അവിടെ എത്തുകയില്ല. ഗാൽഗുഥായിലെത്തിയാൽ പാപത്തിന് വിമോചനമാകും. ഗാൽഗുഥായിലെത്തിയാൽ ഈ യാഗം നടക്കും. ഇന്ന് പകൽ ദൈവാത്മാവ് എന്നോട് പറയുന്നു, ലക്ഷ്യങ്ങളിലേക്ക് വിടാതെ നിന്നെ ഇടയ്ക്ക് വെച്ച് തകർക്കാൻ വാദിച്ചു നിൽക്കുന്ന ഗതസമനകളിൽ യേശുവിന്റെ ചോര, ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാൻ, ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാൻ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. തലമുറയുടെ വിദ്യാഭ്യാസം പാതി വഴിയിൽ മുടങ്ങുന്നു. വീടിന്റെ ആരോഗ്യം പാതി വഴിയിൽ മുടങ്ങുന്നു. മുന്നേറാൻ കഴിയാതെ ഒരു വാഹനം ഇടിച്ചു നിൽക്കുന്ന പോലെ എവിടെയൊക്കെയോ നിന്റെ വീട്ടിൽ പിശാച് വരുത്തിയ ഗതസമനകൾ യേശുവിന്റെ ചോര ഇന്ന് കയ്യേൽക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാ മാനസിക സംഘർഷങ്ങളും ജനത്തെ വിട്ടുമാറട്ടെ. എല്ലാ ആൻസൈറ്റി, എല്ലാ ഡിപ്രഷൻ, എല്ലാ ഫിയറുകൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകലത്തെ യുദ്ധം യേശുവിന്റെ രക്തം ഏറ്റെടുക്കുകയാണ്. ഒത്തിരി ഭാരത്തോടെയാണോ നിങ്ങൾ ഇത് കേൾക്കുന്നത്? നൗ, ഇപ്പോൾ യേശുവിന്റെ ചോരയാൽ നീ വിടുവിക്കപ്പെടുകയാണ്. ഗെത്സമനയിൽ യേശുവിന്റെ ചോര യുദ്ധം ചെയ്യുകയാണ്. 1, 2, പീലാത്തോസിന്റെ കൽത്തളമാണ് മതകോടതി. കൽക്കുറ്റിയിൽ കമഴ്ത്തി കിടത്തി യേശുവിനെ ആഞ്ഞടിക്കുകയാണ്. പീലാത്തോസിന്റെ കൽത്തളത്തിൽ രഹസ്യ അജണ്ടകളുണ്ട്. അതാണ് രണ്ടാമത്തെ ദൂത്. കാര്യം, ഈ കൽത്തളത്തിൽ വെച്ച് യേശു പ്രാണനെ വിട്ടാൽ ഗാൽഗുഥ വരെ കൊണ്ടുപോകണ്ട. പടയാളികൾക്ക് ജോലി കുറഞ്ഞു കിട്ടും. പുറത്ത് മുറിവില്ലാതെ അകത്ത് ക്ഷതം വരുത്തി കൊല്ലാനുള്ള അജണ്ടകൾ ഈ കൽത്തളത്തിലുണ്ട്. നിങ്ങളെ പുറമെ ചിരിച്ചു കാണിക്കുന്ന ചില പ്രശ്നങ്ങൾ, അത് നിങ്ങളെ ഇല്ലാതെയാക്കാനുള്ള ചില അജണ്ടകളാണ്. നിങ്ങൾക്കൊരിക്കലും ആ പ്രശ്നത്തെ വായിക്കാൻ പറ്റില്ല. കാര്യം, പുറമെ നോക്കിയാൽ മുറിവില്ല, എന്നാൽ അകം തകർത്ത് നിന്നെ ഉടയ്ക്കുകയാണ്. എന്നോട് പരിശുദ്ധമ പറയുന്നു, നിന്റെ വീടിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ സാഹചര്യത്തിനെതിരെ പിശാചുണ്ടാക്കിയ രഹസ്യ അജണ്ടകളെ യേശുവിന്റെ രക്തം പൊളിക്കുകയാണ്. ശക്തിയോടെ നിന്റെ തലമുറയ്ക്കെതിരെ
അഴിയുന്നു, അഴിയുന്നു. യേശുവിന്റെ ചോരയാൽ യേശുവിന്റെ രക്തത്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രഹസ്യ അജണ്ടകൾ, സാത്താന്യ ലോകം നിന്നെ തകർക്കാൻ മുൻപോട്ട് വെക്കുന്ന രഹസ്യ അജണ്ടകൾ യേശുവിന്റെ ചോര ഹൈജാക്ക് ചെയ്യാൻ പോകുകയാണ്. ഓ റബല ഹറബ ധനറബ ഹംശല റദിയ. യേശുവിന്റെ രക്തം വീണ രണ്ടാമത്തെ സ്ഥലം പീലാത്തോസിന്റെ കൽത്തളമാണ്. മൂന്നാമത്തെ ആ രക്തം പുറത്തേക്ക് വന്നത് യേശുവിന്റെ തലയിലെ മുൾക്കിരീടത്തിൽ നിന്നാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. അപമാനത്തിന്റെ കിരീടങ്ങൾ നിന്റെ തലയെ വെച്ചിട്ട് നിന്നെ ദേശത്ത് പരസ്യ കോലമാക്കുക. പക്ഷെ ഈ തല ഏതാ നിങ്ങൾക്കറിയാമോ? ഇത് പൊൻകിരീടം വെക്കേണ്ട തലയാണ്. പക്ഷേ ചില അന്ധകാര മണ്ഡലങ്ങൾ കൈകോർത്ത്, പൈശാചിക ശക്തികൾ കൈകോർത്ത്, നീ ഏത് രാജ്യത്താണോ, നീ ഏത് ദേശത്താണോ, അവിടെ നിന്റെ തലയിൽ ഒരപമാനത്തിന്റെ കിരീടം ഇല്ല. ഇന്ന് ഈ പകൽ എന്റെ ദൈവം റബല 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 യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങളിൽ വെളിപ്പെട്ടു നിൽക്കുന്ന അപമാനങ്ങൾ, അപവാദങ്ങൾ, മനസ്സറിയാത്ത വിഷയങ്ങൾ കൊണ്ടുവരികയാ. മൊർദെഖായിയുടെ ചരിത്രം നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ. ഒരു ശക്തനായ ദൈവമനുഷ്യൻ, ആ മനുഷ്യൻ റോഡിന്റെ വക്കിലിരിക്കുക. അദ്ദേഹത്തിന്റെ തലയിൽ ചാരം, തലയിൽ ചാരം, വെണ്ണീർ ചാരം. മൊർദെഖായിയെ വലിയ ഭക്തനല്ലേ? അതെ. വലിയ പ്രാർത്ഥനക്കാരനല്ലേ? അതെ. വലിയ ഉപവാസക്കാരനല്ലേ? അതെ. തലയിലോ ചാരം, തലയിലോ ചാരം. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലര് ഇതുപോലെ അപമാനം അനുഭവിക്കുന്നുണ്ട്. തല ചാരം. പക്ഷേ മൊർദെഖായിക്ക് ഒരു ധൈര്യമുണ്ട്. ഈ ചാരം തുടച്ചേച്ച് ഈ തലയിൽ രാജാവിന്റെ കിരീടം വെപ്പിക്കാൻ ഈ ഉപവാസ പ്രാർത്ഥന ആശീർവാദം പറയുന്നതിന് മുൻപ് ചാരം ദൈവം തുടയ്ക്കുകയാണ്. ഓ, ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാൻ ഉടൽ പ്രബാധനായ നിന്റെ വീടിനകത്ത് പിശാച് വാരിയിട്ട ചാരം. ഓ, സംതിങ് സംതിങ് സംതിങ്. ഹല്ലേലൂയ റബല ഹറബബബ. എന്റെ പ്രിയ മാതാവേ, എന്റെ കൂടപ്പിറപ്പേ, ഇതൊരു സാധാരണ ദിവസമല്ല. പിശാച് കരുതി കൂട്ടി നിന്റെ നെറുകയിലിട്ട ചാരം ഇന്ന് എന്റെ തമ്പുരാൻ തുടയ്ക്കുകയാണ്. ഇന്ന് ആ വെല്ലുവിളികൾ തകരട്ടെ. കമാൻ, തകരട്ടെ. ആ ചാരം തുടച്ച് ആ തലയിൽ കിരീടം വെപ്പിച്ച സ്വർഗത്തിലെ ദൈവം. മൂന്നാമത്തെ കാര്യം, തലയിൽ അപമാനത്തിന്റെ കിരീടങ്ങൾ. നിന്റെ രക്തബന്ധങ്ങളുടെ, നിന്റെ നാട്ടുകാരുടെ നടുക്ക് നിന്നെ അപമാന പേക്കോലമാക്കാൻ നിങ്ങൾ സാത്താന്യ ലോകത്തോട് പറ, ആ കിരീടം എന്റെ തല വാഴത്തില്ല. ആ മുള്ളിന്റെ കിരീടം മാറ്റി രാജകിരീടം വെപ്പിക്കാൻ, ആ അപമാനം യേശുവിന്റെ ചോര ഏറ്റെടുക്കുകയാണ്. ആ അപമാനം യേശുവിന്റെ രക്തം ഹൈജാക്ക് ചെയ്യുകയാണ്. മൂന്നാമത്തെ ഭാഗം ഞാൻ വിടുന്നു. നാലാമത്തെ ഭാഗം, യേശു ഗോൽഗോഥായിലേക്ക് പോണ വഴിയിൽ വീണ രക്തം. വഴിയിൽ വീണ രക്തം. അടുത്ത ദൂത് നിങ്ങൾ ആഴമായി കേൾക്കണം.
യേശു ക്രൂശുമായിട്ട് 11 ഇടങ്ങളിൽ വീണെന്നാണ് ഞാൻ വായിച്ചത്. എനിക്ക് കൃത്യമായി അറിയില്ല. എണ്ണ തുപ്പുന്ന പൈൻമര ക്രൂശുമായി വീണും എഴുന്നേറ്റും ഓരോ തവണ യേശു വീഴുമ്പോൾ സാത്താന്യ ലോകം കൈയടിക്കും. അവർ കമന്റ് പാസ്സാക്കും, എഴുന്നേൽക്കുകയില്ല. ഇതോടുകൂടെ തീർന്നു അവന്റെ പ്രാർത്ഥന, ഇതോടുകൂടി തീർന്നു അവന്റെ വീട്, ഇതോടുകൂടെ തീർന്നു അവന്റെ കുടുംബം. പക്ഷേ വീഴിക്കാൻ ഒരു പിശാചുണ്ടെങ്കിൽ എഴുന്നേൽപ്പിക്കാൻ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രൂശുമായിട്ട് എഴുന്നേൽക്കുകയാണ്. ചാട്ടവാറ് കൊണ്ട് യേശുവിനെ ആഞ്ഞടിക്കുകയാണ്. ആരോഗ്യം നഷ്ടപ്പെടുന്നു, ചോര ചിതറുന്നു. ആ വഴിയിലെല്ലാം യേശുവിന്റെ ചോര വീഴുമ്പോൾ സാത്താന്യ ലോകം കട്ടിയായി പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് ഗോൽഗോഥയിലെത്തുകയില്ല, നിന്റെ കൊച്ച് പഠിത്തം തീർക്കുകയില്ല, നിന്റെ കുടുംബജീവിതം വാഴുകയില്ല, ഇത് അവിടെ എത്തുകയില്ല, നിന്റെ ബിസിനസ് അവിടെ എത്തുകയില്ല. പ്രാർത്ഥിച്ചോണ്ടിരിക്കാവോ? നീ ഒരിടത്തും എത്ത, നീ വീഴും ഇവിടെ. ഇല്ല, സാത്താന്യ ലോകമേ, എന്റെ മുന്നേറ്റത്തെ തടയാൻ നീ ഉണ്ടാക്കിയ ആ വഴിയിൽ യേശുവിന്റെ ചോര വീഴുകയാ. യേശുവിന്റെ ചോര ആ വഴിയിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ മുന്നേറ്റത്തിനെതിരെ പിശാച് വടിയിലിട്ട വെല്ലുവിളികൾ ഇപ്പോൾ അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആ വഴിയിൽ വീണ രക്തം വഴിയിലെ തടസ്സങ്ങളെ ഹൈജാക്ക് ചെയ്യുകയാണ്. നിങ്ങളിൽ തുടങ്ങിയത് ദൈവമാണോ? എത്തിക്കാൻ ദൈവം വിശ്വസ്തന. എനിക്കറിയില്ല, എന്റെ അകത്ത് വാഴുന്ന പരിശുദ്ധാത്മാവ് എന്നോട് വളരെ ആർത്തിയായി പറയുന്നു, ചില വഴികളിൽ, മുന്നേറ്റങ്ങളിൽ, പാതകളിൽ പിശാചിട്ട വെല്ലുവിളികൾ ഈ പ്രാർത്ഥനയിൽ കൂടോടെ തകരുകയാണ്. നല്ല ശക്തിയോടെ, ശക്തിയോടെ അവൻ ശക്തിയോടെ ആരാധിച്ചേ. ശക്തിയോടെ വീടിനകത്തിരുന്നോ, വാഹനത്തിലിരുന്നോ, ശക്തിയോടെ. നീ വീഴത്തില്ല, നീ തകരത്തില്ല, നീ താഴത്തില്ല, യാത്ര അവസാനിക്കത്തില്ല, എങ്ങും ഇടിച്ചു വീഴുകയില്ല, യാത്ര തടയില്ല. ദൈവം ആ വഴി തുറക്കാൻ പോയാൽ ആ റോഡ് യേശുവിന്റെ ചോര ഏറ്റെടുക്കുകയാണ്. അഞ്ചാമത് ചോര വീണ് അടുത്ത ഏറിയ യേശുവിന്റെ കൈകളാണ്. യേശുവിന്റെ കൈകളാണ്. ആണിയിൽ നിന്ന് ചോര ചീറ്റുകയാ. എന്തിനാ? നിന്റെ കൈകളുടെ പ്രവൃത്തിയെ തടയാൻ. എന്ത് നേടിയാലും കൈ നിൽക്കുകയില്ല. ഓട്ടയുള്ള സഞ്ചിക്കകത്ത് കൂലിയിടുന്നത് പോലെ ലോസ് ചെയ്യാൻ എല്ലാം പോവുക, എങ്ങും എത്തുന്നില്ല, എങ്ങും എത്തുന്നില്ല. കയ്യിൽ ഭയങ്കര ചോർച്ചയാണ്. പിശാച് പറഞ്ഞു, നിന്റെ കൈ കൊണ്ട് നീ ഒന്നും നേടുകയില്ല, നിന്റെ തലമുറ ഒന്നും നേടുകയില്ല, നിന്റെ കയ്യിൽ ഒന്നും നേടുകയില്ല. പക്ഷേ എന്റെ അകത്ത് കൊള്ളിയാൻ മിന്നുന്ന പോലെ ഒരു ദൂത് കിടപ്പുണ്ട്. ആ ദൂത് ഇതാണ്. കാൽവറിയിൽ യേശുവിന്റെ കയ്യിൽ ആണിയായിരുന്നു. എന്നാൽ പത്മോസിൽ യോഹന്നാൻ കാണുമ്പോ ആ കയ്യിൽ ആണിയില്ല, മറിച്ച് നക്ഷത്രമാണ്. നക്ഷത്രമാണ്. അയ്യോ, ഇതൊരു അത്ഭുതത്തിന്റെ പകലാണ്. നീ ഗതി പിടിക്കാതിരിക്കാൻ പിശാച് അടിച്ച ആണി എന്റെ തമ്പുരാൻ ഊരി നിന്റെ കയ്യിൽ നക്ഷത്രം തരാൻ. ഓ
ആണി ഊരി നിന്റെ കയ്യിൽ നക്ഷത്രം തരാൻ ഇന്ന് പകൽ ഞാൻ ആ ദൂത് വിശ്വസിക്കുന്നു. ആ കയ്യിലെ ആണി സ്വർഗം ഇന്ന് ഊരുകയാണ്. എത്ര പേര് ആ ദൂത് റിസീവ് ചെയ്യുന്നുണ്ട്? നിന്റെ അവസ്ഥ മാറാൻ പോകുകയാണ്. നിന്റെ കടം മാറാൻ പോകുകയാണ്. നിന്റെ ഗതികേട് ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിച്ചേ. എന്റെ കയ്യിൽ പിശാച് അടിച്ച ആണി, മന്ത്രവാദി അടിച്ചത്, ആഭിചാരകൻ അടിച്ചത്, ഇന്ന് യേശുവിന്റെ ചോര അത് ഊരുകയാണ്. ശക്തിയോടെ യേശുവിനെ സ്തുതിക്കാൻ. നിന്റെ സാമ്പത്തിക അനുഭവം മാറാൻ പോകുകയാണ്. നിന്റെ ഗതികേടുകൾ മാറാൻ പോകുകയാണ്. അടുത്തത്, ആറാമത്തത്, യേശുവിന്റെ കാലുകളിൽ ആണി. യാത്രകളെ തടയുന്ന വെല്ലുവിളികൾ. ഈ കാലുകൊണ്ട് നീ ലക്ഷ്യങ്ങളിൽ എത്താതിരിക്കാൻ വ്യാപരിക്കുന്ന ദുരാത്മ മണ്ഡലങ്ങൾ. ബൈബിൾ പറഞ്ഞു, ഞാൻ നിന്റെ കാലുകളെ പേടമാന്റെ കാല് പോലെയാക്കും. ഞാൻ ഗിരികളിൽ നിന്നെ ഓടിച്ചു കയറ്റും. യേശുവിന്റെ നാമത്തിൽ ഇതുവരെ നീ കാലുവെക്കാത്ത നന്മകളിൽ, ഇതുവരെ നീ കാലുവെക്കാത്ത വാഗ്ദത്തങ്ങളിൽ, ഇതുവരെ നീ കാലുവെക്കാത്ത ഉയർച്ചകളിൽ, ഹല്ലേലൂയ, ആ കാലുകളിൽ, യേശുവിന്റെ കാലുകളിൽ ആണിയടിക്കുമ്പോൾ അവിടെ വെളിപ്പെട്ട രക്തം നിന്റെ മുന്നേറ്റത്തിനെതിരെ പിശാചിട്ട സകല അമിക്കയറുകളും നിങ്ങൾക്കൊന്ന് വിശ്വാസത്തോടെ ഒരു ആമേൻ പറയാ. നിന്നെ എവിടെ എത്തിക്കത്തില്ലെന്ന് പിശാച് പറഞ്ഞു, അവിടെ നിന്നെ എത്തിക്കാൻ, അല്ലയോ ആഹാബേ, നിന്റെ രഥത്തെ തോൽപ്പിക്കാൻ ഏലിയാവിന്റെ കാലുകൾക്ക്, നിന്റെ മന്ത്രവാദത്തെ തോൽപ്പിക്കാൻ ഏലിയാവിന്റെ കാലുകൾക്ക്. ഓ, ചിലരുടെ കാലുകൾ വല്ലാതെ കുഴയുന്നുണ്ട്, ചിലരുടെ കാലുകൾ വല്ലാതെ തളരുന്നുണ്ട്, മടുക്കുന്നുണ്ട്. ഇല്ല, ആ കാലുകളുടെ മേൽ ഒരു വലിയ യേശുവിന്റെ ചോരയുടെ ഭയങ്കര പവർ ഇന്ന് ഈ പകൽ ഇറങ്ങുക. ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ആ മുന്നേറ്റത്തിനെതിരെ ഹല്ലേലൂയ. അവസാനത്തെ മുറിവ് യേശുവിന്റെ വിലാപ്പുറമാണ്. യേശുവിന്റെ വിലാപ്പുറമാണ്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് നൽകട്ടെ. നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങളെ ഹൈജാക്ക് ചെയ്യുന്ന ആ മേഖലയെ യേശുവിന്റെ രക്തം കീഴടക്കാൻ പോവുകയാണ്. ഇന്ന് ഈ പകൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ആ ചോര വീണ 7 ഇടങ്ങൾ ഇന്ന് യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് അരമുറുക്കിയ പടയാളിയെ പോലെ യേശുവിന്റെ ചോര യുദ്ധം ചെയ്യാൻ, യേശുവിന്റെ ചോര യുദ്ധം ചെയ്യാൻ. ഒരൊറ്റ ചോദ്യം, ഞാൻ എന്റെ വാക്കുകളെ നിർത്താൻ തുടങ്ങുകയാണ്. ഒരൊറ്റ ചോദ്യം, യേശുവിന്റെ ചോര യുദ്ധം ചെയ്യുമോ? ചെയ്യും. മിസ്രൈമിൽ കട്ടളക്കാലിൽ ഇരുന്നു കൊണ്ട് ചോര മരണദൂതനോട് പൊരുതി. ഇന്ന് ചില വീടുകൾക്ക് വേണ്ടി യേശുവിന്റെ രക്തം ഒരു പടയാളിയായി മാറാൻ പോകുകയാണ്. ചിലതിനെ ബ്രേക്ക് ചെയ്യാൻ, ചിലതിനെ തടയാൻ. ഒരുമിച്ച്
ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ. ഒന്ന്, ഗെത്സമന, പീലാത്തോസിന്റെ കൽത്തളം, യേശുവിന്റെ തല, ലക്ഷ്യത്തിലേക്കുള്ള റോഡ്, യേശുവിന്റെ കൈകൾ, കാലുകൾ, വിലാപ്പുറത്തെ മുറിവ്. പറ്റുമോ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നൊന്ന് കർത്താവിനെ സ്തുതിക്കാൻ? ഇന്ന് പകൽ ആ ചോര യുദ്ധം ചെയ്യുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വീട്ടിലോ, ഏത് രാജ്യത്തോ, ഏത് സമയത്തോ, ഏത് ടൈം സോണിലോ, സ്റ്റുഡിയോയിലോ, ആ യേശുവിന്റെ ചോര, കട്ട പിടിക്കാത്ത മരിക്കാത്ത ചോര, ഒരു കൂറ്റൻ ഡെലിവറൻസ് നിന്റെ മേലെ അയക്കുകയാണ്. 7 തവണ തളിക്കുന്ന ചോര, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം, കുറേനക്കാരന്റെ തലമുറകളെ ഉയർത്തിയ യേശുവിന്റെ ചോര, ഒരു വീടിന്റെ ഗതികേടിനെ മാറ്റാൻ കഴിവുള്ള യേശുവിന്റെ ചോര. ഒന്ന് അഭിഷേകം പ്രാപിച്ചവരൊന്ന് അന്യഭാഷ പറഞ്ഞ് ആ യേശുവിന്റെ ചോര, ആ യേശുവിന്റെ ചോര, ആ യേശുവിന്റെ ചോര, ആ യേശുവിന്റെ ചോര. ഓ റബല ഹദല രഗദല. വീടുകളിലോ വാഹനത്തിലോ എവിടെയെങ്കിലും ഒരു അന്യഭാഷയിൽ ഒരു വലിയ ദൈവശക്തി, ഒരു മിന്നൽ പോലെ, ഒരു വലിയ ദൈവശക്തി, ഒരു മിന്നൽ പോലെ സൗഖ്യം നടക്കട്ടെ, സൗഖ്യം നടക്കട്ടെ. ചില വീടിന്റെ ശാപം അഴിയട്ടെ, ചില വീടിന്റെ ശാപം അഴിയട്ടെ, ചില വീട്ടിലെ രോഗം അഴിയട്ടെ. ബാബാ ബാബാ ശരബാബ റബബബ ഹുദദല രഗദല അടബല രഗദല രഗദല റിഗദല രഗദല ശബ്ദല റബബ. വലിയ വിടുതൽ നടക്കട്ടെ യേശുവേ. ഈ ജനത്തെ തൊട്ടതിനായി സ്തോത്രം, ഈ ജനത്തെ തൊട്ടതിനായി സ്തോത്രം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ രക്തത്താൽ ഈ ജനത്തിന്റെ മേൽ വിമോചനം നടന്നതിനായി സ്തോത്രം. ഞങ്ങളത് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.